നമുക്ക് തിയറം 2.41 നോക്കാം. ലെറ്റ് ബി ഈസ് ഈക്വൽ ടു v1 കോമ എക്സെട്ര vn ആൻഡ് സി ഈസ് ഈക്വൽ ടു w1 കോമ എക്സെട്ര wm ബി ഓർഡേർഡ് ബേസിസ് ഓഫ് വെക്ടർ സ്പേസസ് വി ആൻഡ് ഡബ്ല്യു. ഇപ്പോൾ വിയും ഡബ്ല്യു നമുക്ക് രണ്ട് വെക്ടർ സ്പേസസ് ഉണ്ട്. അതിൻ്റെ ഓർഡേർഡ് ബേസിസ് ആണ് ക്യാപിറ്റൽ ബിയും ക്യാപിറ്റൽ സിയും. അങ്ങനെയാണ് ടി എന്ന് പറയുന്ന ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടെങ്കിൽ എക്സ് ടി വിത്ത് റെസ്പെക്ട് ടു സി കോമ ബി എന്ന് പറയുന്ന മെട്രിക്സ് ഈസ് ഈക്വൽ ടു സൈ സി ടി 5b ഇൻവേഴ്സ് ആണ്. അതേപോലെ ടി എക്സ് വിത്ത് റെസ്പെക്ട് ടു സി സി ടി സി ബി ഇൻറ്റു എക്സ് ബി ഫോർ ഈച്ച് എക്സ് ബിലോങ്സ് ടു വി. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു തിയറമാണ്. വേറെ പലയിടത്തും നമ്മളിത് ഉപയോഗിക്കുന്നുണ്ട്. ഈ സൈസി എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്താണെന്നറിയാം. നമ്മൾ 5b എന്ന് പറയുന്നത് നമുക്കറിയാം പിന്നെ കാനോണിക്കൽ ബേസിസ് ഐസോമോർസം ഡിഫൈൻഡ് ഓൺ ക്യാപിറ്റൽ വി ആണ്. അതേപോലെ അത് ഡിഫൈൻ ചെയ്യുന്നത് ക്യാപിറ്റൽ ഡബ്ല്യുവിലേതാണ് സൈസി എന്ന് പറയുന്നത്. ലെറ്റ് എക്സ് ബിലോങ്സ് ടു ക്യാപിറ്റൽ വി. അങ്ങനെയാണ് ഈ എക്സിനെ നമുക്ക് ക്യാപിറ്റൽ വിയുടെ പിന്നെ ബേസിസിൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് β1 v1 പ്ലസ് എക്സെട്ര പ്ലസ് βn vn എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ഇനി ടി എക്സ് സിക്കൽ β1 v1 പ്ലസ് എക്സെട്ര പ്ലസ് βn vn എന്ന് എഴുതാം. ഇനി ടി വി വൺ ഇസ് ഈക്വൽ ടു ടി വി വൺ മുതൽ ടി വി എൻ വരെയുള്ള നമ്മുടെ എന്താ പറയുക സംഭവങ്ങൾ നേരത്തെ എഴുതിയിട്ടുണ്ടല്ലോ. ടി വി വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയുള്ള എലമെൻറ്റാണ്? ക്യാപിറ്റൽ ഡബ്ല്യുവിലെ എലമെൻറ്റാണ്. ക്യാപിറ്റൽ ഡബ്ല്യുവിൻ്റെ പിന്നെ ബേസിസിൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് നമ്മളതിനെ എഴുതുന്നതാണ്. A11 W1 പ്ലസ് എക്സെട്ര പ്ലസ് AM1 WM എക്സെട്ര ടി വി എൻ എന്ന് പറയുന്നത് A1n W1 പ്ലസ് എക്സെട്ര പ്ലസ് AMn WM. ഓക്കെ, ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് എങ്ങനെ വരുന്നതെന്നില്ല. മെട്രിക്സ് കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ കോൺസ്റ്റൻറ്റ് കൊടുക്കുന്നതെന്നും പറഞ്ഞതാണ്. ദെൻ ടി എക്സ് ഈസ് ഈക്വൽ ടു എന്താണ്? ടി എക്സ് എന്ന് പറയുന്നത് ഇവിടെ ഉണ്ട്, ക്യാപിറ്റൽ ഡബ്ല്യുവിലുണ്ട്. ക്യാപിറ്റൽ ഡബ്ല്യുവിലുള്ള പക്ഷേ ഇവിടെ ഈ ടി എക്സ് എഴുതിയിരിക്കുന്നത് അങ്ങനെയല്ല. മേളിൽ എക്സിനെ ഈക്വൽ ടു β1 v1 പ്ലസ് എക്സെട്ര പ്ലസ് βn vn ഉണ്ടല്ലോ, അതിലേക്ക് ടി അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ടി എക്സ് ഈസ് ഈക്വൽ ടു അകത്തേക്ക് ടി പോകും β1 ടി v1 പ്ലസ് എക്സെട്ര പ്ലസ് βn ടി vn എന്ന് കിട്ടും. ഈക്വൽ ടു β1 ഇൻറ്റു ടി v1 മുതൽ ടി vn വരെയുള്ള സംഭവങ്ങൾ കിട്ടിയിരിക്കുന്നത് കൊടുക്കുക. ഓക്കെ, കോൺസിക്വൻ്റ്ലി സൈ സി ഓഫ് ടി എക്സ് എന്ന് പറയുന്നത് എന്ത് കിട്ടും? സൈ സി ഓഫ് ടി എക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയൊക്കെ കാനോണിക്കൽ ബേസിസ് ഐസോമോർസം എഴുതിയ എങ്ങനെയായിരുന്നു? ആ ഒരു ബേസിസിൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതുമ്പോൾ കിട്ടുന്ന കോൺസ്റ്റൻറ്റുകൾ കോമായിട്ട് എഴുതുക. അപ്പോൾ മേളിൽ കിട്ടിയിരിക്കുന്ന ടി എക്സ് എന്ന് പറയുന്നത് ഡബ്ല്യു എലമെൻ്റ്, സൈ സി ടി എക്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കാനോണിക്കൽ ഐസോമോർസമാണ്. അപ്പോൾ അവിടുത്തെ ഡബ്ല്യുകളുടെ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതിയിരിക്കുമ്പോൾ കിട്ടുന്ന കോൺസ്റ്റൻറ്റുകൾ കോമായിട്ട് എഴുതിയിരിക്കുക. കണ്ടില്ലേ? β1 A11 പ്ലസ് എക്സെട്ര പ്ലസ് βn A1n ഒരു കോൺസ്റ്റൻറ്റ് കോമ എക്സെട്ര ലാസ്റ്റിലത്ത് അങ്ങനെ വന്നു, ഹോൾ ട്രാൻസ്പോസ്. ഓൺ ദി അതർ ഹാൻഡ് 5b ഓഫ് എക്സ് എന്ന് പറയുന്നത് β1 β2 എക്സെട്ര βn ട്രാൻസ്പോസ് ആണെങ്കിൽ ആണല്ലോ നമ്മളങ്ങനെ എടുത്തിരിക്കുന്നത്. ദെൻ ടി ഇപ്പം ടി സി ബി ഇൻറ്റു 5b ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ടി സി ബി എന്ന് പറയുന്ന മെട്രിക്സ് നമുക്ക് ഓൾറെഡി ഇത് തൊട്ടുമ്പോൾ ഞാൻ പറഞ്ഞതാണ്. അതേ ഇൻറ്റു 5b ഓഫ് എക്സ് എന്ന് പറയുന്ന ആ കോൺസ്റ്റൻറ്റ് താഴോട്ട് എഴുതി കഴിഞ്ഞാൽ ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് തൊട്ട് മേളിൽ കിട്ടിയ ആ സംഭവം ഏതാ? സൈ സി ഓഫ് ടി എക്സ് എഴുതി വെച്ചേക്കുന്നത് കണ്ടില്ലേ? നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ഈ രണ്ട് മെട്രിക്സ് കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെ A11 β1 പ്ലസ് എക്സെട്ര പ്ലസ് A1n βn അങ്ങനെ വന്ന് ലാസ്റ്റ് M1 β1 പ്ലസ് എക്സെട്ര പ്ലസ് AMn βn എന്ന് കിട്ടും. ആ സംഭവമാണ് കിട്ടിയിരിക്കുന്നത്. ദിസ് ഷോസ് ദാറ്റ് ടി സി ബി ഇൻറ്റു 5b എന്ന് പറയുന്നത് സൈ സി ഇൻറ്റു ടി ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇപ്പോൾ ടി സി ബി എന്ന് പറയുന്നത് എങ്ങനെ കിട്ടും? സൈ സി ഇൻറ്റു ടി ഇൻറ്റു 5b ഇൻവേഴ്സ് എന്ന് എഴുതിയാലും മതി. ഓക്കെ, സിൻസ് 5b ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 5b ഓഫ് എക്സ് ഈസ് ഈക്വൽ എക്സ് വിത്ത് റെസ്പെക്ട് ടു ബി ആണെന്ന് നമുക്കറിയാം. അതേപോലെ സൈ സി ഓഫ് ടി എക്സ് എന്ന് പറയുന്നത് ടി എക്സ് വിത്ത് റെസ്പെക്ട് ടു സി ആണെന്ന് നമുക്കറിയാം. അപ്പം നമ്മൾ തൊട്ട് മുമ്പ് സൈ സി ഓഫ് ടി എക്സ് എന്താ? ടി എക്സ് വിത്ത് റെസ്പെക്ട് ടു സി ആണ്. അപ്പം സൈ സി ടിക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം? ടി എക്സ് വിത്ത് റെസ്പെക്ട് ടു സി എന്ന് കൊടുക്കാം. ടി എക്സ് വിത്ത് റെസ്പെക്ട് ടു സി ഈസ് ഈക്വൽ ടു ടി സി ബി ഇൻറ്റു 5bക്ക് പകരം ടി സി ബി ഇൻറ്റു 5bയുടെ സ്ഥാനത്ത് എക്സ് വിത്ത് റെസ്പെക്ട് ടു ബി കൊടുക്കുക. ഓക്കെ, അങ്ങനെയാണ് അത് കിട്ടുന്നത്. തിയറം 2.41 വായിച്ച് നോക്കിയാൽ മതി, അതിന് പ്രൂഫില്ല. വി ആൻഡ് ഡബ്ല്യു ബി വെക്ടർ സ്പേസ് ഓഫ് എ ഡയമെൻഷൻസ് M and n with ordered bases B and C. Let T from V to W be linear transformation and let H subset of V. H linearly independent in V if and only if X with respect to B is linearly independent in F raised to n by 1. H spans V if and only if X with respect to B spans F raised to n by 1. T is injective if and only T with respect to CB is injective if and only if
column of T with respect to CB are linearly independent. T is surjective if and only TCB is surjective if and only column of TCB spans f raised to m by 1. തിയറം 2.43ക്കും പറഞ്ഞ പോലെ പ്രൂഫ് ഇല്ല. യു വി ഡബ്ല്യു ബി ഫൈനൈറ്റ് ഡയമെൻഷൻ വെക്ടർ സ്പേസ് ഹാവിംഗ് ബേസിസ് ബി സി ആൻഡ് ഡി. ലെറ്റ് എസ് ഫ്രം യു ടു ബി T from B to W be linear transformations, then T with respect to D comma B is equal to T with respect to D comma C into S with respect to C comma B. ഇതിന് പ്രൂഫ് ഉണ്ട് കേട്ടോ. വി ഓൾറെഡി നോ ദാറ്റ് T is ലീനിയർ ട്രാൻസ്ഫർമേഷൻ ആണ്, T എസ് ലീനിയർ ട്രാൻസ്ഫർമേഷൻ ആണ്, നമ്മൾ ഓൾറെഡി പഠിച്ചു. ലെറ്റ് ഇസ് വിത്ത് റെസ്പെക്ട് ടു യു ബൈ തിയറം 2.41 ടി എസ് വിത്ത് റെസ്പെക്ട് ടു ഡി ബി ഇൻറ്റു ഇസഡ് വിത്ത് റെസ്പെക്ട് ടു ബി തൊട്ട് മുമ്പുള്ളതിനകത്ത് നമുക്ക് കിട്ടുന്നതാണ് ഈക്വൽ ടി എസ് ഓഫ് ഇസഡ് വിത്ത് റെസ്പെക്ട് ടു ഡി എന്നാവുന്നത്. ഇതിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഡി ബി വിത്ത് എന്താ പറയുക ഈ ബിയും കൂടെ വരുന്നത്. ഒന്നിച്ചെഴുതുമ്പോൾ ആ തുടക്കത്തിലുള്ള ഡി മാത്രം എഴുതിയാൽ മതി. ഇങ്ങനെ പറഞ്ഞാലേ നമുക്ക് എളുപ്പം മനസ്സിലാവുള്ളൂ. ഈക്വൽ ടു ടി ഓഫ് എസ് ഇസഡ് വിത്ത് റെസ്പെക്ട് ടു ഡി ഈക്വൽ ടു ടി ഡി സി ഇൻറ്റു എസ് ഇസഡ് വിത്ത് റെസ്പെക്ട് ടു സി. ഓക്കെ, എസ് ഇസഡ് എന്ന് പറയുന്നത് വിത്ത് റെസ്പെക്ട് ടു സി ഈസ് ഈക്വൽ ടു ടി ഡി സി ഇൻറ്റു എസ് വിത്ത് റെസ്പെക്ട് ടു സി ബി ഇൻറ്റു ഇസഡ് വിത്ത് റെസ്പെക്ട് ടു ബി. ഇതെല്ലാം വരുന്നത് നമ്മുടെ പിന്നെ തിയറം 2.41 നമുക്ക് എടുത്ത് നോക്കാം. ഏതാ ടി എക്സ് വിത്ത് റെസ്പെക്ട് ടു സി ഈക്വൽ ടു ടി വിത്ത് റെസ്പെക്ട് ടു സി കോമ ബി ഇൻറ്റു എക്സ് വിത്ത് റെസ്പെക്ട് ടു ബി. ഓക്കെ, എക്സ് എവിടെ നിന്ന് എടുക്കുന്നതാണ് നമ്മൾ ബിയിൽ നിന്ന്. അത് വെച്ചിട്ടാണ് ഇത് എഴുതിയിരിക്കുന്നത്. ടി എസ് വിത്ത് റെസ്പെക്ട് ടു ഡി കോമ ബി ഇൻറ്റു ഇസഡ് വിത്ത് റെസ്പെക്ട് ടു ബി ഈക്വൽ ടു അതിനെ ഒന്നിച്ചെഴുതുമ്പോൾ ഡി മാത്രമേ എഴുതത്തുള്ളൂ എന്നറിയാമല്ലോ, അത് ആ തീരത്തിൽ നിന്ന് കിട്ടും. ഈക്വൽ ടു ടി ഓഫ് എസ് എസ് എഡ് വിത്ത് റെസ്പെക്ട് ടു ബി. ഇനി ഇതിനെ ഒന്നുകൂടെ സ്പ്ലിറ്റ് ചെയ്യണമെങ്കിൽ ടി ഓഫ് എസ് എസ് എഡ് എന്ന് പറയുന്നത് ഇവിടുത്തെ എലമെൻറ്റ് എസ് എസ് എഡ് വിയിലേതാണ്. അപ്പോൾ അവിടുത്തെ ബേസിസ് വേണം നമുക്ക് ഉപയോഗിക്കാൻ. അപ്പോൾ ടി വിത്ത് റെസ്പെക്ട് ടു ഡി കോമ സി, സി ആണ് ക്യാപിറ്റൽ വിയിലെ ബേസിസ് എന്ന് പറയുന്നത്. ടി വിത്ത് റെസ്പെക്ട് ടു ഡി സി എസ് എസ് എഡ് വിത്ത് റെസ്പെക്ട് ടു സി ഈക്വൽ ടു ടി വിത്ത് റെസ്പെക്ട് ടു ഡി സി എസ് എസ് എഡ് വിത്ത് റെസ്പെക്ട് ടു സി. എസ് എസ് എഡ് എന്ന് പറയുന്നത് എവിടെ ഉണ്ട്? ക്യാപിറ്റൽ വിയിലുണ്ട്. അപ്പം ഇതിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ എസ് വിത്ത് റെസ്പെക്ട് ടു സി കോമ ബി ഇൻറ്റു ഇസഡ് വിത്ത് റെസ്പെക്ട് ടു ബി. ഇസഡ് നമ്മൾ എവിടെ നിന്ന് എടുക്കുന്ന? ഇസഡ് നമ്മൾ യുവിൽ നിന്നാണ് എടുക്കുന്നത്. ഇസഡ് യുവിൽ നിന്ന് എടുക്കുമ്പോൾ യുവിൻ്റെ ബേസിസായി ക്യാപിറ്റൽ ബി ഉപയോഗിക്കുക. ഇസഡിനെ എഴുതാൻ ബി. അപ്പോൾ ആ ബി തന്നെ വേണം എസ്സിനെ മാത്രമായിട്ട് എഴുതുമ്പോൾ സി കോമ ബി എഴുതുമ്പോൾ ഉള്ളത്. ടി എസ് വിത്ത് റെസ്പെക്ട് ടു ഡി കോമ ബി എന്ന് പറയുന്നത് ഇസഡ് രണ്ടിടത്തു നിന്ന് ക്യാൻസൽ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ്. എക്സാമ്പിൾസാണ്. ഒരുപാട് മെട്രിക്സസ് കണ്ടുപിടിച്ചിട്ടുണ്ട് ഇതിനകത്തെല്ലാം. നിങ്ങൾ ടൈം ഉണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് നോക്കുക. എങ്ങനെയാണ് ടി വിത്ത് റെസ്പെക്ട് കണ്ട് ഇവിടെ ഒരെണ്ണം ഒരു എക്സാമ്പിൾ കണ്ടോ. ടി ഫ്രം R3 ടു R3 ടി എന്ന് പറയുന്നത് തന്നിട്ടുണ്ട്, ബിയും സിയും തന്നിട്ടുണ്ട്. ടി വിത്ത് റെസ്പെക്ട് ടു സി കോമ ബി എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും? സിയുടെ ടേംസിലാണ് എഴുതുന്നത്, ബിയുടെ ആണ് ഇമേജ് കണ്ടുപിടിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു. ബിയിലുള്ളവരുടെ എല്ലാം ഇമേജ് കണ്ടുപിടിച്ച് സിയുടെ ടേംസിൽ എഴുതണം. ടേംസിൽ എഴുതുമ്പോൾ കിട്ടുന്ന കോൺസ്റ്റൻറ്റുകളാണ് താഴോട്ട് എഴുതി വെക്കുന്നത്. കോൺസ്റ്റൻറ്റ് കണ്ടുപിടിക്കണം. കോൺസ്റ്റൻറ്റ് കണ്ടുപിടിക്കുന്നതൊക്കെ അറിയാമല്ലോ നിങ്ങൾക്ക്. TO10 അത് കമ്പാരിസൺ വഴിയാണ് കണ്ടുപിടിക്കുന്നത്. അവിടെ കണ്ടില്ലേ, TO10 കണ്ടുപിടിച്ചു. അപ്പോൾ 0 1 1 കിട്ടുന്നത്. അതിനെ മറ്റേ ടേംസിൽ എഴുതി എന്നിട്ട് ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഉള്ളത് നമുക്ക് കമ്പയർ ചെയ്താൽ മതി, കോൺസ്റ്റൻറ്റുകൾ കിട്ടും. അടുത്തത് ചേഞ്ച് ഓഫ് ബേസിസ്. എന്താണ് ചേഞ്ച് ഓഫ് ബേസിസ്? കൺസിഡർ ദി ഐഡൻറ്റിറ്റി മാപ്പ് I from R3 to R3 that I of x is equal to x. Take ordered basis for domain space B for the codomain space.
ഐഡൻറ്റിറ്റി മാപ്പ് നമ്മൾ എടുത്തു R3 നിന്ന് R3യിലേക്ക്. അപ്പം നമ്മളിവിടെ 2 ബേസിസ് എടുക്കുകയാണ്. ഡൊമെയിനിന് വേണ്ടിയിട്ട് സ്റ്റാൻഡേർഡ് ബേസിസും പിന്നെ ഫോർ ഡൊമെയിൻ സ്പേസ് കോഡൊമെയിൻ ബേസിസ് അല്ലാത്തതിന് പകരം നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ബേസിസും ഫോർ ദി കോഡൊമെയിൻ സ്പേസ് ദി സ്റ്റാൻഡേർഡ് ബേസ് ഈസ് ടേക്കൺ. തിരിച്ചാണ്. ഡൊമെയിനും റേഞ്ചും ഇവിടെ സെയിം, കോഡൊമെയിനും R3 തന്നെ. പക്ഷേ നമ്മൾ എടുക്കുന്നത് ബി ആയിട്ട്, ബി എന്ന് പറയുന്നത് കണ്ടോ, പിന്നെ ഡൊമെയിൻ്റെത് ബിയും കോഡൊമെയിൻ്റെത് ഐഡൻറ്റിറ്റി മാപ്പും എടുക്കുന്നു. എന്നിട്ട് നമ്മൾ ഇമേജ് എപ്പോഴും എവിടെ നിന്നാണോ ഡിഫൈൻ ചെയ്യുന്നത് അവിടെ ആണല്ലോ ഇമേജ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം ഈ ഡൊമെയിനിൻ്റെ ബേസിസിൻ്റെ ഇമേജ് കണ്ടുപിടിച്ചു. എന്നിട്ട് മറ്റേതിൻ്റെ ടേംസിൽ നമ്മൾ എഴുതിയിട്ട് ആ കോൺസ്റ്റൻറ്റിനെ താഴോട്ട് എഴുതി വെക്കുക. വിത്ത് റെസ്പെക്ട് ടു E, B. ഇവിടെ നോക്കുക, ഈ ഐഡൻറ്റിറ്റി വിത്ത് റെസ്പെക്ട് ടു E, B ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് സാധാ ഐഡൻറ്റിറ്റി മെട്രിക്സ് അല്ല എന്ന് നമുക്ക് മനസ്സിലായില്ലേ. അപ്പോൾ ബേസിസ് മാറിയപ്പോൾ നമുക്ക് കിട്ടിയത് മാറി. അതാണ് ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളൊരു കാര്യം. എന്നിട്ട് ക്യാപിറ്റൽ V, B വെക്ടർ സ്പേസ് ഡയമെൻഷൻ N, ക്യാപിറ്റൽ Bയും Cയും ഉണ്ട്. അപ്പോൾ നമുക്ക് എക്സ് എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് ക്യാപിറ്റൽ V എന്ന് എടുത്തു. ക്യാപിറ്റൽ Vയുടെ തന്നെ 2 ബേസിസാണ് ഈ പറഞ്ഞ Cയും Bയും. അപ്പോൾ ഈ 2 എണ്ണത്തിലും നമ്മൾ മെട്രിക്സ് എഴുതുമ്പോൾ അല്ലെങ്കിൽ എക്സിനെ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന കോഎഫിഷ്യൻറ്റുകളുടെ ബന്ധമാണ് നമ്മളിവിടെ നോക്കുന്നത്. അപ്പോൾ എക്സ് എന്ന് പറയുന്ന സെയിം എലമെൻറ്റ് ക്യാപിറ്റൽ V എന്ന് എടുക്കുന്നു. 2 ബേസിസ് ഉണ്ട് വിക്ക്. അതിൻ്റെ 2ൻ്റെയും ടേംസ് നമ്മളതിനെ എഴുതുന്നു. ഓക്കെ. പിന്നെ കാനോണിക്കൽ ഹിയർ ദി സെയിം വെക്ടർ എക്സ് ഹാസ് 2 ഡിഫറൻറ്റ് റെപ്രസെൻറ്റേഷൻസ്. എക്സിന് തന്നെ 2 റെപ്രസെൻറ്റേഷൻസ് ഉണ്ട്. അത് നമ്മൾ എഴുതിയല്ലോ. വിച്ച് ടേക്സ് എക്സ് ടു ഇറ്റ് സെൽഫ് ബി ദ ഐഡൻറ്റിറ്റി ലീനിയർ ട്രാൻസ്ഫോം കറസ്പോണ്ടിങ് ലീനിയർ ട്രാൻസ്ഫോം വിച്ച് ടേക്സ് ആൽഫ 1 ആൽഫ 2 വെച്ചിട്ട് ആൽഫ ഇൻറ്റു ബീറ്റ 1 ബീറ്റ 2 വെച്ചിട്ട് ബീറ്റ ട്രാൻസ്ഫോസ് ഫ്രം F⁻n+1 ടു ഇറ്റ് സെൽഫ്. അപ്പോൾ ഈ പറഞ്ഞ ആൽഫ 1 ആൽഫ 2 വെച്ചിട്ട് ആൽഫ n ട്രാൻസ്ഫോസ് എന്ന് പറയുന്നത് എക്സിനെ വിത്ത് റെസ്പെക്ട് ടു ബിയിൽ എഴുതുമ്പോൾ ഉള്ള സ്കെയിലറാണ്. ബീറ്റ 1 ബീറ്റ 2 വെച്ചിട്ട് ബീറ്റ ട്രാൻസ്ഫോസ് എന്ന് പറയുന്നത് എക്സിനെ വിത്ത് റെസ്പെക്ട് ടു പിന്നെ സിയിൽ എഴുതുമ്പോൾ ഉള്ളതുമാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ബേസിസിൻ്റെ ഡയഗ്രം നോക്കിക്കേ. VB എന്ന് പറയുന്നത് വെക്ടർ സ്പേസ് ആണ്. VC എന്ന് പറയുന്നത് അത് ഈ ബേസിസ് കൺസിഡർ ചെയ്യുന്നത് അറിയാൻ വേണ്ടിയാണ് VC എന്ന് എഴുതുന്നത്. VBയിൽ നിന്ന് 5B നമുക്കറിയാം കാനോണിക്കൽ ബേസിസ് ഐസോമോർഫിസം. VCയിൽ നിന്ന് നമ്മൾ സൈസി F⁻n+1 എന്നുണ്ട്. ഇവർക്കിടയിൽ നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന ഐഡൻറ്റിറ്റി മെട്രിക്സ് നമുക്ക് കിട്ടുന്ന ICB ആണ്. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ ഫിഗറിൽ നമുക്ക് എഴുതാൻ പറ്റുന്ന ഒരു കാര്യമാണ് സൈസി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു പിന്നെ ഈ I എന്ന് പറയുന്നത് ഈ ആരോ മാർക്ക് നോക്കണം. സൈസി എന്ന് പറയുന്നത് VCയിൽ നിന്നും F⁻n+1 എന്നാണല്ലോ. അപ്പോൾ VCയിൽ നിന്ന് മറ്റേ ഡയറക്ഷനിൽ വന്നാൽ എങ്ങനെ കിട്ടും? ഈ I തിരിഞ്ഞു വരണം അല്ലേ. I തിരിയുമ്പം I ഇൻവേഴ്സ് എന്ന് എടുക്കാം. അല്ലെ ICB താഴത്തെ I എന്ന് പറയുന്നത് സെയിം ഡയറക്ഷൻ ICB ഇൻറ്റു 5B അതിൻ്റെ പുറയിലുള്ള I ഇൻവേഴ്സ് ആയിട്ട് മാറും. ആ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ സെയിം BBന്ന് VCയിലേക്ക് തന്നെ Vന്ന് Vയിലേക്ക് തന്നെ ഉള്ളതാണ്. അപ്പോൾ I ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ I തന്നെ കിട്ടും. ഈക്വൽ ടു ICB ഇൻറ്റു 5B എക്സ് എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ എക്സ് വിത്ത് റെസ്പെക്ട് ടു സീനെ IF(x) വിത്ത് റെസ്പെക്ട് ടു സി എന്ന് എഴുതാം. ICB ഇൻറ്റു എക്സ് വിത്ത് റെസ്പെക്ട് ടു ബി എന്ന് എഴുതാം. ഈ ICB ഇവിടെ വന്നിരിക്കുന്ന ICBനെ നമ്മൾ ചേഞ്ച് ഓഫ് ബേസിസ് മെട്രിക്സ് എന്നാണ് വിളിക്കുന്നത്. ഇനി IBB എപ്പോഴും I തന്നെ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. ഏതൊരു ബേസിസ് എടുത്താലും Iൻ്റെ മെട്രിക്സ് B വിത്ത് റെസ്പെക്ട് ടു ബിയുടെ ഇമേജ് കണ്ടുപിടിച്ചിട്ട് ബിയുടെ ടേംസിൽ തന്നെ എഴുതിയാൽ നമുക്ക് മറ്റേ സാധാരണ ഐഡൻറ്റിറ്റി ഉണ്ടല്ലോ 1 0 0 0 1 0 0 0 1 വരുന്നത് അത് തന്നെ കിട്ടും. എൻ്റെ എക്സാമ്പിൾസാണ്.